ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ 10ാം ക്ലാസ് ഫലം 12ാം ക്ലാസ് ഫലം എന്നൊക്കെ നോക്കിയിരിക്കുന്നത് പോലെ തന്നെ ഒരു പുതിയ ഈ വർഷം മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു ക്ലാസ് ഫലമാണ് 8ാം ക്ലാസ് ഫലം. അത് നാളെ പ്രഖ്യാപിക്കുകയാണ്. അപ്പം 30% മാർക്കില്ലെങ്കിൽ വീണ്ടും ക്ലാസ് പരീക്ഷ എന്ന രീതിയിലാണ് ഈ വർഷത്തെ 8ാം ക്ലാസ്സുകാരുടെ ഫലം വരുന്നത്. ഇപ്പോൾ കേരള സിലബസിൽ ഈ അധ്യയന വർഷം മുതൽ മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 8ാം ക്ലാസ്സിലെ പരീക്ഷാ ഫലം നാളെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി ഉത്തരക്കടലാസ് അധ്യാപകർ സ്കൂളിലെത്തിച്ച് നാളെ വിതരണം ചെയ്യും. അവർ ഇന്ന് മൂല്യനിർണ്ണയമൊക്കെ നടത്തി കഴിഞ്ഞ് ഇന്ന് അവർ സ്കൂളുകളിൽ ഇത് ഏൽപ്പിക്കേണ്ടതാണ്. നാളെ വന്നിട്ട് ഓരോ ക്ലാസ് ടീച്ചേഴ്സ് വന്നിട്ട് ഈ പാരൻസിനെ സ്കൂളിലേക്ക് വിളിപ്പിക്കുന്നു, കുട്ടികളെയും കൂടെ വിളിപ്പിക്കുന്നു, ഇവരുടെ പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. അതിൽ 30% മാർക്ക് നേടാത്ത കുട്ടികളുടെ ഫലമാണ് നാളെ അറിയിക്കാൻ പോകുന്നത്. ഓരോ വിഷയത്തിൽ എഴുത്ത് പരീക്ഷ നാളെ അറിയിക്കും. ഇവർക്ക് ഈ മാസം 8 മുതൽ 24 വരെയായി രാവിലെ 9:30 മുതൽ 12:30 വരെ സ്കൂളുകളിൽ ക്ലാസ്സുകൾ നടക്കും. നിശ്ചിത മാർക്ക് നേടാനാകാത്ത വിഷയത്തിൻ്റെ ക്ലാസ്സിൽ മാത്രം പങ്കെടുത്താൽ മതി. ഇപ്പോൾ ഒരു കുട്ടിക്ക് മാത്സിനാണ് മാർക്ക് കുറവെങ്കിൽ ആ ക്ലാസ്സിൽ മാത്രം പങ്കെടുത്താൽ മതി, എല്ലാ ദിവസവും വരണമെന്നില്ല. അപ്പോൾ എല്ലാത്തിലും മാർക്ക് പോയ കുട്ടിക്ക് മാത്രമേ എല്ലാ ദിവസവും ക്ലാസ്സിന് പങ്കെടുക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ 25 മുതൽ 28 വരെയാണ് പുനഃപരീക്ഷ നടത്തുന്നത്. അത് 30-ന് ഫലം വീണ്ടും ഇതുപോലെ ടീച്ചേഴ്സ് പേപ്പർ തരും. പുനഃപരീക്ഷയിലും 30% മാർക്ക് നേടാനായില്ലെങ്കിലും 9ാം ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം തടയില്ല. അപ്പോൾ എല്ലാവരും പേടിച്ചിരുന്നൊരു എനിക്ക് രണ്ടാമത് എഴുതിയിട്ട് പരീക്ഷയ്ക്ക് ഞാൻ തോറ്റുപോയാൽ എന്ത് ചെയ്യും എന്ന് കുറച്ച് കൂട്ടുകാരങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് 30% രണ്ടാമത് എഴുതിയ പരീക്ഷയ്ക്ക് ഒരു സേ പരീക്ഷയ്ക്ക് 30% മാർക്ക് ലഭിച്ചില്ലെങ്കിലും നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് തന്നെ ആവും. പകരം 9-ലെത്തിയ ശേഷം പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള പ്രത്യേക ക്ലാസ്സുകൾ അവർക്ക് നൽകും എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങളെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ 9ാം ക്ലാസ്സിലേക്കൊക്കെ പറഞ്ഞയക്കും. എന്നിരുന്നാലും നിങ്ങളുടെ ഒരു പേര് ടീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ കാണും. നിങ്ങളെ നന്നായിട്ട് പഠിപ്പിച്ചെടുക്കുക, നിങ്ങൾ 10ാം ക്ലാസ് കഴിയുന്നതിന് മുമ്പേ നല്ലൊരു വിദ്യാഭ്യാസം നിങ്ങൾക്ക് തന്നു വിടുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, ഇതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും 8ാം ക്ലാസ് ഫലം നാളെ പ്രഖ്യാപിക്കും. നാളെ നിങ്ങൾ സ്കൂളുകളിൽ വിളിച്ച് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ആരും ടെൻഷൻ അടിക്കേണ്ട, ഒരു ഇതും വേണ്ട. എല്ലാവരും പോയി പേപ്പറൊക്കെ വാങ്ങിക്കുക. നിങ്ങളുടെ റിസൾട്ടിൻ്റെ കാര്യമൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.